ഇനി MT ഇല്ലാത്ത കാലം. എഴുത്തിന്റെ കുലപതിക്ക് വിട ചൊല്ലി കേരളം. തന്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിന്റെ ഉലയിൽ ഊതിക്കാച്ചി അനശ്വരമായ നിരവധി ക്ലാസിക് സൃഷ്ടികൾ ജനിപ്പിച്ച അനുഗ്രഹീതനായ ആ എഴുത്തുകാരൻ ഡിസംബറിന്റെ മഞ്ഞിൽ വിടവാങ്ങിയിരിക്കുന്നു. കാലം അടയാളപ്പെടുത്തിയ ചരിത്ര പുരുഷനായി നിലയുടെ കഥാകാരൻ ഇനി മലയാളികളുടെ ഓർമ്മകളിൽ ജീവിക്കും. അക്ഷരങ്ങളുടെ സമ്പത്തായിരുന്നു MT. അക്ഷരങ്ങളെ മുറുകെ പിടിച്ച് കാലങ്ങൾ സഞ്ചരിച്ച അദ്ദേഹം 91 വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. മഹാനായ എഴുത്തുകാരന്റെ എഴുത്തും ജീവിതവും ഇന്ത്യൻ സാഹിത്യ ലോകത്തെ തന്നെ വിഖ്യാതമായ നോവലായി മാറും. ആധുനികതയുടെ തൂലികയിൽ ഒറ്റപ്പെട്ടവന്റെ വേദനയും മനുഷ്യ മനസ്സിന്റെ ആകുലതകളും MT പകർത്തി. ലോക സാഹിത്യത്തെ ആഴത്തിലറിഞ്ഞപ്പോഴും തന്റെ ചുറ്റുപാടുകൾ മാത്രം MTയുടെ തൂലികയിലൂടെ നിർത്താതെ ഒഴുകി. ഗ്രാമവും നാടും നാട്ടിലെ മനുഷ്യരുമൊക്കെ പ്രമേയങ്ങളായി. അതിലൂടെ മാസ്റ്റർ പീസുകൾ പിറന്നു. സാഹിത്യത്തിന്റെ പാരമ്പര്യമില്ലായിരുന്നു. നാട്ടുവഴികളും ഗ്രാമവും പച്ചപ്പും തുടങ്ങി കൂടല്ലൂരിലെ തനി നാട്ടിൻ പുറത്തുകാരനായാണ് MT വാസുദേവൻ നായർ ജനിച്ചു വളർന്നത്. വീട്ടുമൊഴികളും നാട്ടുവഴികളും നിറഞ്ഞതാണ് MTയുടെ കഥാപ്രപഞ്ചം. അതിന് സ്ഥായിയായ ഭാവം നൽകിയത് പ്രിയപ്പെട്ട കൂടല്ലൂരും. കൂടല്ലൂരിന്റെ ഗ്രാമീണതയും തറവാടും പച്ചപ്പും ഹരിതാഭവുമെല്ലാം അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ പിറന്നു വീണു. കൂടല്ലൂർ തനിക്ക് എന്താണെന്ന് MT ഒരിക്കൽ കഥകൾക്ക് ആമുഖമായി എഴുതി. എന്റെ സാഹിത്യ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കൂടല്ലൂരിനോടാണ്. എന്റെ കഥാപാത്രങ്ങൾക്കും എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ അനുഭവ മണ്ഡലങ്ങൾ, കൃതികളുടെ പശ്ചാത്തലം ഓരോന്നും എനിക്ക് ബിംബങ്ങളും വാക്കുകളും സമ്മാനിച്ചു. അങ്ങനെ വിശ്വസാഹിത്യത്തെ അത്രമേൽ ആഴത്തിൽ MT എന്ന മഹാത്ഭുതം എഴുതിവെച്ചു. പരിചിതമായ ജീവിത പരിസരങ്ങളിൽ നിന്ന് കാലാതിവർത്തിയായ കഥകൾ MT എഴുതി തുടങ്ങിയത് സ്കൂൾ കാലഘട്ടം മുതലാണ്. ബിരുദം നേടുമ്പോൾ രക്തം പുരണ്ട മൺതരികൾ എന്ന കഥാസമാഹാരം MTയുടെ പേരിലുണ്ടായിരുന്നു. കാലത്തിലെ സേതുവും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും രണ്ടാമൂഴത്തിലെ ഭീമനും മുന്നിൽ മലയാള വായനാലോകം പിന്നെയും അലിഞ്ഞു. കാത്തിരിപ്പിന്റെ കഥ പറഞ്ഞ മഞ്ഞും എഴുത്തിലും കടൽ കടന്നുപോയ ഷെർലോക്കുമെല്ലാം MTയുടെ കീർത്തി മുഖമുദ്രകളാണ് ഇപ്പോഴും. തന്റെ വരുതിയിൽ വായനക്കാരനെ നിർത്താൻ എഴുത്ത് ശൈലി തന്നെയായിരുന്നു MTയുടെ കൈമുതൽ. അത് ഹൃദയത്തോട് സംസാരിച്ചു. അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്പത്തികവും സാമൂഹികവുമായ അരക്ഷിതാവസ്ഥയെ അടയാളപ്പെടുത്തിയ MTയുടെ രചനകൾ, നിർമാല്യം പോലുള്ള ചിത്രങ്ങൾ ആ എഴുത്തുകാരന്റെ ഭാവനയിലൂടെ എത്തിയത് അത്ഭുതത്തോടെ വായനാലോകം സ്വീകരിച്ചു. നായക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് ആരണ്യകവും 2000 പുറത്തിറങ്ങിയ ഒരു ചെറുപുഞ്ചിരി വാർദ്ധക്യത്തിലെ ജീവിതവും പ്രണയവും കരുതലും മനോഹരമാക്കിയ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെതായി പുറത്തുവന്നു. മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ്, അസുരവിത്ത്, നീലത്താമര, മഞ്ഞ്, വടക്കൻ വീരഗാഥ, സധേയം, അങ്ങനെ എത്രയെത്ര സിനിമകൾ. മൂർച്ചയുള്ള തൂലിക ചലിപ്പിച്ച് അവിടെ നിന്നും സ്ക്രീനിലേക്കും മനോഹരമായ കഥാപാത്രങ്ങളെ സമ്മാനിച്ച MT വാസുദേവൻ നായർ. തന്റെ തൂലിക വെള്ളിത്തിരക്കായി ചലിപ്പിച്ചപ്പോൾ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു പിടി അതുല്യ തിരക്കഥകളുമുണ്ടായി. മിക്കതിനും ദേശീയ പുരസ്കാരങ്ങൾ. അപ്പോഴും ഒന്നിലും അമിതമായി ആഹ്ലാദിക്കാനോ മതിമറക്കാനോ MT മുതിർന്നില്ല. ഒന്നിനും പിടികൊടുക്കാതെ അക്ഷരങ്ങളെ മാത്രം വിശ്വസിച്ച് നിശബ്ദതയിൽ ഏകനായി MT യാത്ര തുടർന്നു. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് മാവൂർ പൊതുശ്മശാനത്തിൽ നടക്കും. ഭാരതപ്പുഴ തെക്കുവടക്കായി ഒഴുകുന്ന കൂട്ടക്കടവിൽ നിന്ന് വയലും
കുരുതിപ്പറമ്പും കഴിഞ്ഞ് മാടത്ത് തെക്കേപ്പാട്ട് തറവാട്ടിലേക്ക് ഒതുക്കുകല്ലുകൾ കയറി വന്ന കഥകളും കഥാപാത്രങ്ങളുമില്ലെങ്കിൽ MT എന്ന കഥാകാരനേയില്ല. വാക്കുകളുടെ ലോകമേ പ്രണാമം.